പേരിന് പോലും മാലിന്യമില്ലാത്ത ഒരു നാട്ടിലേക്കാണ്. എങ്ങനെയുണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കൂ. വായുവും മണ്ണും വെള്ളവും എല്ലാം ശുദ്ധമായിടം. കനകക്കുന്നിൽ ശുചിത്വ മിഷൻ ഒരുക്കിയ വൃത്തിയൂർ ഗ്രാമം അങ്ങനെയാണ്. അവിടേക്കൊന്ന് പോയിട്ട് വരാം. നാട്ടിലേക്കുള്ള വഴിത ഇവിടെ നിന്നും ആരംഭിക്കുകയാണ്. കുഞ്ഞു വീടുകൾ മുതൽ ഫ്ളാറ്റുകൾ വരെ, ഗ്രാമപ്രദേശം തുടങ്ങി നഗരങ്ങൾ വരെ വിശാലമായി കിടക്കുകയാണ് ഇവിടം. വീടുകളിൽ സോക്പിറ്റുകൾ സ്ഥാപിക്കുന്നത് തുടങ്ങി വിവിധ ഇടങ്ങളിൽ ഏതൊക്കെ രീതിയിൽ മാലിന്യ സംസ്കരണം സാധ്യമാക്കാം എന്നതാണ് വൃത്തിയൂർ ഗ്രാമം പറയുന്നത്. ഈ വീട്ടിൽ നമുക്ക് ആകെ വരുന്ന വേസ്റ്റ് മാലിന്യം ഇവിടെ വളരെ കുറച്ചാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടത് പ്രോപ്പർ സെപ്റ്റി ടാങ്കും സോക്ക് പിറ്റും അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ വരുന്ന മാലിന്യം വരുന്ന വെള്ളം, അതായത് അവർ കിച്ചൺ വേസ്റ്റും കുളിക്കുന്ന വെള്ളം അവർ ഉപയോഗിച്ച് ചെടി നനയ്ക്കാനും ഒരു തോട്ടം ഉണ്ടാക്കാനും അവർ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഒരു കൃഷിത്തോട്ടം അവരവിടെ ചെയ്തിട്ടുണ്ട്. വൃത്തിയൂർ സ്കൂളിൽ നമുക്ക് സ്കൂൾ മുതൽ കുട്ടികൾക്ക് തന്നെ മാലിന്യ സംസ്കരണത്തിനും മഴവെള്ള സംഭരണത്തിനുള്ള ക്ലാസുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ, മെഡിക്കൽ കോളേജ്, സർക്കാർ സ്ഥാപനങ്ങൾ, വലിയ വലിയ ഫ്ളാറ്റുകൾ, വില്ലകൾ, റെയിൽവേ സ്റ്റേഷൻ, KSRTC തുടങ്ങി എല്ലാം ഉള്ള നാട്ടിൽ മാലിന്യ സംസ്കരണത്തിലും ഒരുക്കിയിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ രീതികൾ. വൃത്തിയൂർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാതൃകാ ഗ്രാമം, മാലിന്യ സംസ്കരണത്തിലെ ഒരു മാതൃകാ ഗ്രാമം, ഒരു മാതൃകാ നഗരം. മാലിന്യ സംസ്കരണത്തിൻ്റെ സമഗ്രതയും ഒപ്പം ഇത് ഇത്ര ലളിതമാണ് എന്ന കാര്യവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാ മാലിന്യ സംസ്കരണ സാങ്കേതിക വിദ്യയും ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രാമങ്ങളിലും നമ്മുടെ അർബനായാലും വരുന്ന മാലിന്യ സംസ്കരണത്തിന് എങ്ങനെ പൂർണ്ണമായിട്ട് മാലിന്യം സംസ്കരണമാക്കി അത് ഒരു മാലിന്യം ഒരു ബാധ്യതയല്ലാതെ മാലിന്യം മൊത്തത്തിൽ സമ്പത്തായി മാറ്റാനുള്ള ഒരു മോഡേൺ വില്ലേജ് ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. മാലിന്യ സംസ്കരണത്തിലെ പ്രകൃതിയോടിണങ്ങിയ പ്രവർത്തന രീതികൾ മാതൃകയിൽ കാഴ്ചക്കാർക്ക് മുന്നിലെത്തിയപ്പോൾ നമുക്കും നാടിനെ മാലിന്യമുക്തമാക്കാം വൃത്തിയൂർ എന്ന പോലെ തോന്നും. ഒരു നാടിനെ എങ്ങനെ വൃത്തിയോടെ സൂക്ഷിക്കാം എന്നതിന്റെ ഉദാഹരണമാണ് ഈ വൃത്തിയൂർ ഗ്രാമം. മാലിന്യം തള്ളാൻ സ്ഥലമില്ലെന്ന് പറയുന്നവരും പൊതുമധ്യത്തിൽ മാലിന്യം തള്ളി സ്ഥലം വിടുന്നവർക്കും മാലിന്യ സംസ്കരണത്തിന് ഇതുവരെ പദ്ധതിയിടാത്തവർക്കും ഈ നാട് ഒരു മാതൃകയാവട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് ബിബിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.